Thank you, dear friends. Today, after a short interval, we are again going to start the English classes. So, in the last class, I have already given information about the understanding of each and every sentence. When you are reading a newspaper, first of all, you have to understand the meaning. Everybody wants to understand the meaning of that sentence, and also check what is the grammar used in that sentence, and also you have to study about each and every parts which have been formed in that sentence to get a good meaning. So we are starting here with various tense forms. First of all, here we are taking present tense. That is the first. After present tense, then past and future. So our ultimate aim, again I am telling, our ultimate aim is to understand the meaning of this sentence. First of all, we have to check the present tense sentences. There are already we have studied that there are 4 divisions in present tense. For that, I am hereby showing some examples for that. Okay. Please note this. Here in this screen shows 4 divisions of present tense. First, he writes. Second, he is writing. Third, he has written. Fourth, he has been writing. All are present tense. First tense, that he writes, that is a very simple sentence because it is only having one subject and verb. Second tense is also having one subject and a main verb and also a auxiliary verb, that is. And third have one subject, one auxiliary verb and main verb. And the fourth is also having 2 auxiliary verbs, one main verb and subject, that is only. So what is the meaning of he writes? ഇവിടെ നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ 4 പിരിവുകൾ ഇവിടെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ, ഇതിൻ്റെ അർത്ഥം എങ്ങനെ നമ്മൾ മനസ്സിലാക്കാമെന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് മാത്രം ശ്രദ്ധിക്കുക. ഹീ റൈറ്റ്സ്, അത് മാത്രം പഠിപ്പിച്ചാൽ മതി എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പക്ഷേ എങ്കിലും ബാക്കിയുള്ളതും കൂടെ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ അണിനിരത്തിയിരിക്കുകയാണ്. അപ്പോൾ ഹീ റൈറ്റ്സ് എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ്. ഹീ റൈറ്റ്സ്. അപ്പോൾ ഹീ റൈറ്റ്സിൻ്റെ പെട്ടെന്ന് ഒരാളെടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവൻ എഴുതുന്നു എന്നേ പറയാൻ പറ്റൂ. ഓക്കെ. ഇനി നമ്മൾ ആ പറഞ്ഞ ആളോട് വീണ്ടും ചോദിക്കുകയാണ്, അത് അവൻ എപ്പോൾ എഴുതിയ കാര്യമോ? അല്ല, ഇന്നലെ എഴുതിയതാണോ? അല്ല. ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നതാണോ? അല്ല. നാളെ എഴുതാൻ പോകുന്നതാണോ? അല്ല. അപ്പോൾ പിന്നെ ഹീ റൈറ്റ്സ് എന്ന് വെച്ചാൽ അവൻ എഴുതുന്നു എന്ന് പറഞ്ഞാൽ അത് എപ്പോഴാണ് എൻ്റെ ഉദ്ദേശം? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഐഡിയ ക്ലിയർ ആവുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയുള്ള സെൻറ്റൻസ് നോക്കിയാലോ. ഹീ ഈസ് റൈറ്റിംഗ്, അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ എഴുതുന്നു. ഓക്കെ. അപ്പോൾ മോളത്തെ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ്? അവൻ എഴുതുന്നു. താഴത്തിനകത്ത് പിന്നെ ഒരു കണ്ടിന്യൂറ്റി കാണിക്കുന്നു, അതായത് അവൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പറയുമ്പോൾ അവൻ എഴുതുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്ന് നമുക്കൊന്നുകൂടെ നോക്കാം. അതായത് ഹീ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇന്നലെ എഴുതിയ കാര്യമല്ല, അല്ലെങ്കിൽ ഇപ്പം എഴുതുന്ന കാര്യവുമല്ല, നാളെ എഴുതാൻ പോകുന്ന കാര്യവുമല്ല. പിന്നെന്താണ്? അപ്പോൾ അത് ഹീ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു അയാളുടെ ഒരു സ്വഭാവമാണത്. അയാളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് അവിടെ ഒരു സൂചന നൽകിയിരിക്കുകയാണ്. അവൻ എന്താ സാധാരണ ചെയ്യുന്നത്? അവൻ എഴുതാറുണ്ട്, അവൻ ഈ നോവലും കഥയൊക്കെ എഴുതുന്ന ഒരാളാണ് എന്ന് പറയത്തില്ലേ? അപ്പോൾ അതുപോലെ പറഞ്ഞിരിക്കുക. ആ വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് മാത്രമുള്ള സൂചനയാണ്. അതല്ലാതെ ഹീ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഴുതുന്നെന്നോ ഇന്നലെ എഴുതിയെന്നോ അല്ലെ നാളെ ഇനി എഴുതാൻ പോകുന്നു എന്നൊരു മീനിങ് അതിനകത്തില്ല. അതൊരു വ്യക്തി അയാൾ എഴുത്തുകാരനാണ് അല്ലെ എഴുതുന്ന ആളാണ് എന്നുള്ളൊരു സൂചനയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു സെൻറ്റൻസാണ് ഹീ റൈറ്റ്സ്. ഓക്കെ. I feel that everybody have a good clear-cut idea about the first sentence. ഇനി അടുത്ത് നമുക്ക് സെക്കൻഡ്
സെൻസ് ഒന്ന് പരിശോധിക്കുക. ഹീ ഈസ് റൈറ്റിംഗ്, അത് വാട്ട് ഈസ് ദ മീനിങ്? അത് മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഹീ ഈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ ഒരു നമ്മൾ ഈ കണ്ടിന്യൂറ്റി ടെൻസ് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹീ ഈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന ഈ സമയത്ത് അയാൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്, അതാണ് ഹീ ഈസ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പ്രത്യേക ടൈമിനൊരു പ്രാധാന്യം ഇവിടെ വരുന്നുണ്ട് അതിനകത്ത് ചെറുതായിട്ട്. അതായത് ഹീ ഈസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം അയാൾ നേരത്തെ തുടങ്ങിയൊരു എഴുത്തായിരിക്കാം. എനിവേ അയാൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ, അതാണ് ഹീ ഈസ് റൈറ്റിംഗ്. നമ്മളിപ്പോൾ ഏത് ക്രിയ ആയാലും നമ്മൾ പറയുമ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ അത് കണ്ടിന്യൂസ് ഫോം എന്ന് പറയാം. അത് പ്രസൻറ്റിൽ വരാം, പാസ്റ്റിൽ വരാം, ഫ്യൂച്ചറിലും വരാം, എല്ലാത്തിനകത്തും കണ്ടിന്യൂറ്റി വരാം. ആ പറയുന്ന സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കണ്ടിന്യൂറ്റി ടെൻസ്. ഇനി മൂന്നാമത്തെ ടെൻസ് ഒന്ന് പരിശോധിക്കാം. ഹീ ഹാസ് റിട്ടൺ, അതായത് അയാൾ, അതിൻ്റെ അർത്ഥം എന്താണ്? അതാണ് ഇവിടുത്തെ ചോദ്യം. ഹീ ഹാസ് റിട്ടൺ എന്ന് വെച്ചാൽ അയാൾ എഴുതി കഴിഞ്ഞു. അതായത് നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അയാൾ എഴുതി തീർന്നു. അവിടെ ഒരു ടൈമിനൊരു കണക്ഷൻ ഉണ്ട്. അതായത് അയാൾ ഇപ്പോൾ എഴുതി കഴിയണമെങ്കിൽ അയാൾ നേരത്തെ തുടങ്ങിയല്ലോ. അതായത് ഹി ആൾറെഡി സ്റ്റാർട്ടഡ് ദ റൈറ്റിംഗ് സം ടൈം എഗോ, ബട്ട് അറ്റ് ദി മൊമെൻറ്റ് ഹി ഹാസ് സ്റ്റോപ്ഡ് ഓർ ഫിനിഷ്ഡ് ദാറ്റ് റൈറ്റിംഗ്. അതായത് നേരത്തെ എപ്പോഴോ തുടങ്ങി വെച്ച ഒരു എഴുത്ത് അയാളിപ്പോൾ ഈ പറഞ്ഞ സമയത്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ഹി ഹാസ് റിട്ടൺ. അടുത്ത നാലാമത്തെ ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എന്നാണ്. അതായത് അത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുക. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ അയാൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഹീസ് റൈറ്റിംഗ് എന്ന് പാലും നമുക്ക് രണ്ടാമത് ടെൻസോടെ കടന്നില്ല. ഹീസ് റൈറ്റിംഗ്, അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾ എഴുതിക്കൊണ്ടേയിരിക്കും, നമ്മൾ പറയുന്ന സമയത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നാലാമത്തെ ടെൻസിനും ഹി ഹാസ് ബീൻ റൈറ്റിംഗ്, അവൻ എഴുതിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഒരു അർത്ഥം പറയുന്നത്. പക്ഷേ അവിടെ ഒരു ചെറിയൊരു, എന്നാൽ പിന്നെ ഈ നാലാമത്തെ ഫോമിൻ്റെ ആവശ്യമില്ലല്ലോ ഒരേ അർത്ഥമാണെങ്കിൽ. അല്ല, ഹി ഹാസ് ബീൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അയാൾ രാവിലെ 8 മണിക്ക് എഴുതാൻ തുടങ്ങി എന്ന് വിചാരിക്കുക. ഓക്കെ, അത് നമ്മളിപ്പോൾ പറയുമ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അയാൾ ചിലപ്പോൾ വൈകിട്ട് 5 മണിക്കായിരിക്കും അത് നിർത്തുന്നത്. അങ്ങനെ ഒരു ലോങ് പീരീഡ് അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ആ നാലാമത്തെ ഫോമിന്, ഹി ഹാസ് ബീൻ റൈറ്റിങ്ങിന് 3 കാലങ്ങളുമായിട്ട് ബന്ധമുള്ളതായിട്ട് മനസ്സിലാക്കണം. അതായത് നേരത്തെ എപ്പോഴോ തുടങ്ങി വെച്ച ആ എഴുത്ത് അയാൾ അപ്പോൾ മുതൽ അയാൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും എഴുതുന്നു, ഭാവിയിൽ എപ്പോഴെങ്കിലും അയാൾ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ആ ടെൻസ് കൊടുത്തിരിക്കുന്നത്. ഹി ഹാസ് ബീൻ റൈറ്റിംഗ് സിൻസ് 8 o'clock ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ അയാൾ എഴുതാനിരുന്നതാണ്. അതിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് എപ്പോൾ തീരുമെന്നുള്ള ഒരു അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അപ്പോൾ അതാണ് ഈ 4 ടെൻസിൻ്റെയും ഒരു ഏകദേശ ധാരണ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അതിന് മുമ്പ് ഇതിനകത്ത് ഇനി പല കാര്യങ്ങളും കയറി വരുന്നുണ്ട്. ഉദാഹരണത്തിനകത്ത് നമ്മളിത് ഫസ്റ്റ് ഇതിനെ വീണ്ടും നമ്മൾ അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതായത് ഹീ റൈറ്റ്സിലായിട്ട് മാത്രം നമ്മൾ ഒതുങ്ങുകയാണ്. അതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫോം, ഹീ റൈറ്റ്സ്. അപ്പോൾ അതിൻ്റെ വിശദമായ ഒരു കാര്യങ്ങൾ നമ്മളിനി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. സോ ടുഡേ ഐ ഹാവ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് present tense various forms. First, simple present tense, second, present continuous, third, present perfect, fourth, present perfect continuous. These are the 4 divisions in present tense. Thank you. Today we are finishing this class. Okay, we will meet the next day. Thank you.